ഇന്നിപ്പം പണ്ടത്തെ പോലൊന്നുമല്ല. ഇന്ന് ഒരു കുടുംബത്തിലെ ആഘോഷങ്ങളിൽ അതിനകത്ത് വരെ മദ്യം കടന്നു വന്നിട്ടുണ്ട്. മദ്യം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഒരു വീട്ടിലെ അപ്പനും മകനും തമ്മിലിരുന്ന് കഴിക്കുന്ന എത്രയോ വീടുകളുണ്ട്. അപ്പനും അമ്മയും കൂടെ ഇരുന്ന് കഴിക്കുന്ന എത്രയോ വീടുകളുണ്ട്. ഇനി അപ്പനും അമ്മയും മക്കളും ഇരുന്ന് കഴിക്കുന്ന എത്രയോ വീടുകളുണ്ട്. നമ്മൾ ഒരു മദ്യം എന്നുള്ള ഒരു സാധനം, ആ ഒരു ലിക്വർ, അത് നമ്മുടെ പല ആഘോഷങ്ങളുടെയും ഭാഗമായി മാറിയ ഒരു കാലഘട്ടമാണിത്. അപ്പം അതിൽ നിന്നൊക്കെ എത്രത്തോളം ആളുകളെ പിന്തിരിപ്പിക്കാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഒരു ഇടവകയിൽ പുതിയൊരു വൈദികൻ ചുമതലയേറ്റു, വികാരിയായിട്ട് വന്നു. അപ്പോൾ അവിടെ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഒരു ഇടവക്കാരനുണ്ട്. അപ്പോൾ ഈ ഇടവകയുടെ തൊട്ട് ഏണ്ടൊരു 200 മീറ്റർ അകലെ തന്നെ ടൗണാണ്. ആ ടൗണിൽ ബാർ ഹോട്ടലുണ്ട്. അപ്പോൾ ഈ വൈദികൻ ഇദ്ദേഹം ഈ ഇടവക അംഗം ബാറിൽ കയറി പോകുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ആ ഇടവകക്കാരനെ, ആ കുഞ്ഞാടിനെ ഈ ആട്ടിടയൻ, ഈ വൈദികൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ആ ഹോട്ടലിലേക്ക് പോകുന്നത്? പുള്ളി പറഞ്ഞ് കഴിക്കാനാണ് പോകുന്നത്. അങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഉടനെ ഇടവക്കാരൻ മനസ്സിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞില്ല, മനസ്സിൽ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ നീ ഇവിടെ കാണാൻ വല്ലതും മേടിച്ച് വെച്ചിട്ടുണ്ടോ? നീ ബാറിൽ പോയി കഴിക്കണ്ട, ഇവിടെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അച്ഛനോട് ഇനി കമ്പനി കൂടുവോ, മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപദേശം തരാം. അപ്പം അവൻ മനസ്സിൽ, ആ വിശ്വാസി മനസ്സിൽ പറഞ്ഞു, അച്ഛൻ്റെ ഉപദേശം അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ മദ്യപിക്കുന്ന ആളുകളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ ഇടവകക്കാരൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ മദ്യപിക്കുന്ന ഈ പള്ളിയിൽ മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സ്ത്രീകൾ മദ്യപിക്കുന്നവരുണ്ട്, കുടുംബമായിട്ടിരുന്ന് മദ്യപിക്കുന്നവരുണ്ട്. എന്നിട്ട് ആ ഇടവകക്കാരൻ പറഞ്ഞു, അയാൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഭാര്യയും ഭർത്താവും ഇരുന്ന് മദ്യപിക്കുന്നു. അപ്പം ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ കാണുന്നത് അതാണ്. പുള്ളിയും കൂടെ ഇരുത്തി അവർ 3 പേരുടെ ഇരുന്ന് മദ്യപിച്ചു. അപ്പോൾ ഉടനെ ആ അച്ഛൻ പുള്ളിയോട് പറഞ്ഞു, അവരുടെ ലിസ്റ്റ് ഇഞ്ഞതാ. അപ്പം ആ വിശ്വാസി പറഞ്ഞു, എന്നെ അച്ഛൻ കണ്ടുപിടിച്ചില്ലയോ ഞാൻ ബാറിൽ പോന്നത്, അതുപോലെ അച്ഛൻ പോയി ഞാൻ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയിരുന്നു. ആ പുള്ളി തന്നെ എന്നോട് തമാശയായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അത് സംഭവം സത്യമായ ഒരു കാര്യവുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും, മിക്ക കുടുംബങ്ങളിലും, എല്ലാ കുടുംബങ്ങളിലും ഞാൻ പറയുന്നില്ല, മിക്ക കുടുംബങ്ങളിലും അവരുടെ ആഘോഷങ്ങളുടെ, അവരുടെ സന്തോഷങ്ങളുടെ ഒരു ഭാഗമായി മദ്യം മാറിയിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിൽ നിന്നൊക്കെ ആളുകളെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ ഒരു പ്രയാസമല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അല്ല നമ്മൾ കൂടുതലായിട്ട് ഇടപെടുന്നത്. മദ്യം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ലൂബ്രിക്കൻ്റാണ്. സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു വിവാഹത്തിനോ എന്തെങ്കിലും ഒരു സോഷ്യൽ ഫങ്ഷനോ കൂടുന്നുണ്ട്, മനുഷ്യർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് മദ്യം ഒരു നല്ല ലൂബ്രിക്കൻ്റാണ്. മനുഷ്യർ തമ്മിൽ തുറന്ന് സംസാരിക്കുകയും സന്തോഷവും ആഹ്ലാദമൊക്കെ നല്ലൊരു മീഡിയയാണ്. അതെ, അത് സമൂഹത്തിനൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു. നമുക്ക് ആ സമൂഹത്തെ മൊത്തം മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് പ്രത്യേകിച്ച് നോട്ട് ചെയ്താൽ കാണാം, ഈ സമൂഹത്തിലെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുന്നവരിൽ ഒരു നല്ല ഭാഗം ആൾക്കാരും 1-2 ഡ്രിങ്ക് കൊണ്ട് നിർത്തും. എന്നാൽ അടിമയായിട്ടുള്ളവർ അതിൻ്റെ ബോട്ടം കാണാതെ അവിടുന്ന് മാറത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും ഈ ആസക്തി മൂലം ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളും അതിൽ നിന്ന് ഒരു കണക്കിലും തിരിച്ച് മാറാൻ വയ്യാത്ത ഒരവസ്ഥയിലെത്തിയവർക്കും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ഉപദേശം കൊടുത്ത് ഇതൊരസുഖമാണെന്ന് അവരെ ധരിപ്പിച്ച് പൂർണ്ണ ബോധ്യം വരുത്തി ഏതെങ്കിലും തരത്തിൽ ട്രീറ്റ്മെൻറ്റിന് അവരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിൽ ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അത് കൂടാതെ
മദ്യത്തിൻ്റെ ആസക്തി മൂലം കുടിക്കുന്നവർക്കല്ല ഇതിൻ്റെ കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. ഈ കുടിക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ കാര്യത്തിൽ, മലയാളി പെണ്ണുങ്ങൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളാരും മദ്യപിക്കുന്നവരല്ല. പുതിയ ജനറേഷനിൽ ഒരിക്കലും അല്ല. സ്ത്രീകൾ ആരും മദ്യപിക്കരുതെന്ന് ഒരിക്കലും അങ്ങ് പറയരുത്. ആരും മദ്യപിക്കുന്നവരല്ല പൊതുവെ. അമേരിക്കയിലത്തെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ പ്രായത്തിലുള്ളവർ, എൻ്റെയൊക്കെ വൈഫൊക്കെ ഇവിടെ വരുന്ന കാലത്ത് 45-50 വർഷത്തിന് മുമ്പുള്ള പെണ്ണുങ്ങൾ ആരും മദ്യപാനത്തിന് അടിമകളോ മദ്യപാന ആസക്തിയുള്ളവരോ അല്ല. അത് പുറത്തൊന്നും കാണാനുമില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി, തലമുറകൾ മാറി, ജീവിതം മാറി, ആൾക്കാരും മാറി. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഏകദേശം എത്ര വർഷമായി അങ്ങ് ഈ പ്രവർത്തനം നടത്തുന്നു? ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തിന് മേലായിട്ട് ഈ ആസക്തിയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ എത്ര പേരെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട്? ഞാനിപ്പം അതിൻ്റെ ഒരു എക്സാക്ട് കണക്ക് എനിക്കൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ ഒരു 10-65 ഫാമിലി അമേരിക്കയിലുള്ളവരെ ഞാൻ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എൻ്റെ അനുഭവത്തിൽ കൂടെ ഇതിൽ കൂടെ എങ്ങനെ കടന്നു പോകണം, എങ്ങനെ രക്ഷപ്പെടാം എന്ന് സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ കുറച്ച് പേര് ഒരു 10%-15% പൂർണ്ണമായിട്ട് നിർത്തിയെന്ന് പറയാം. എന്നാൽ ഒരു സങ്കടത്തോടുകൂടി പറയുകയാണ്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 5 പേര് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഈ ആസക്തി മുഖാന്തരം മാത്രം. എൻ്റെ ചെറിയ ഈ ഒരു പരിധിയിൽ വെച്ചാൽ പറയുന്നത്. മരണമെന്ന് പറയുന്നത് ഇത് തന്നെത്താൻ വിളിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഞാനിത് നിർത്തിയത് കൊണ്ടാണ്. നിർത്തിയില്ലായിരുന്നു ഞാൻ ഇന്നിവിടെ കാണത്തില്ല. ഏത് മദ്യാസക്തി കൊണ്ടും ജീവിതം കഷ്ടത്തിലാകുന്ന ഒരു മനുഷ്യനും പൂർണ്ണ ആയുസ്സോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നില്ല. എക്സെപ്ഷൻസ് ആർ ദെയർ. പിന്നെ രോഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളതായ, മിക്കവാറും ആൽക്കഹോളിക്സ് ആയിട്ടുള്ളവർക്ക് ലിവറിൻ്റെ പ്രോബ്ലംസ് അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ ചികിത്സകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ശരി, വൺസ് ഈ ലിവറൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരോ മാതാപിതാക്കളോ ഒക്കെയാണ്, മക്കളും ഒക്കെ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഞാനതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആഴ്ചയിലും ഞാൻ ഈ ആൽക്കഹോളിക്സിന് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അവെയർനെസ്സിൻ്റെ പോലത്തെ ഒരു പ്രോഗ്രാം എവരി സൺഡേ ഓൺ സൂമിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 7 മണിക്ക് വരണമുണ്ട്. അത് ഈ അമേരിക്കയുടെ പല ഭാഗത്തു നിന്നുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ആസക്തി മൂലം കഷ്ടത അനുഭവിക്കുന്ന ഫാമിലിക്കും ആസക്തി ഉള്ളവർക്കും ഉള്ളൊരു മീറ്റിംഗ് ആണ്. അതൊരു പേഴ്സണൽ ആൻഡ് കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ കൂടി ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പറഞ്ഞ് പരസ്പരം നമ്മുടെ സാക്ഷ്യം പറയാൻ പറയും. പരസ്പരം അവരവരുടെ സാക്ഷ്യം മറ്റുള്ളവരെ ബലപ്പെടുത്തി, അതാണ് ഈ മീറ്റിംഗിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതനുസരിച്ച് മദ്യപാന ആസക്തിയിൽ നിന്നും അവർക്ക് മാറിവിടാനായിട്ട് സാധിക്കും. അത് കൂടാതെ പലർക്കും എങ്ങനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകാം. ഇവിടെ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരിക്കൽ തൻ്റെ ശരീരത്തിലെ ഈ വിഷാംശം മുഴുവൻ മാറാനായിട്ട് ഡീറ്റോക്സ് ചെയ്തതിന് ശേഷം അവരെ കൗൺസിലിങ്ങിനും മറ്റേ ഗ്രൂപ്പ് തെറാപ്പിക്കും ഒക്കെ വിധേയമാക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ബോധമുണ്ടായി ഇത് വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് പോലുള്ളതായ മീറ്റിങ്ങുകൾക്ക് ദിവസവും പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പലർക്കും സാധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലൊപ്പം തന്നെ ഈ കഷ്ടത അനുഭവിക്കുന്ന ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ ലേഡീസ്, ദേ ഡോണ്ട് ഡ്രിങ്ക്, പക്ഷെങ്കിൽ അവരെല്ലാം പ്രയാസമെന്ന് പറയുന്നത് ഭർത്താക്കന്മാർ കുടിക്കുന്നതുകൊണ്ടുള്ള മനപ്രയാസവും ഭാവിയും ജീവിതവും ജോലിയും ഒക്കെ അവർക്ക് ടെൻഷൻ. അതുകൊണ്ട് ടു സപ്പോർട്ട് ദ വിമൻ ഐ ഹാവ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ് കോൾഡ് ഹോപ്പ് ഫോർ ഫാമിലീസ്.